ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ സമയം 3:45. ഞാനും ചേട്ടനും മോനും കൂടിയിട്ട് കണ്ണൂർ പോവാട്ടോ. ആലുവയിൽ നിന്നാണ് ഞങ്ങൾക്ക് ട്രെയിൻ. ആലുവ വരെ ഞങ്ങൾ പോണത് ചേട്ടൻ്റെ സ്കൂട്ടറിനാട്ടോ. അപ്പോൾ മൂന്നാളും കൂടിയിട്ട് ഈ സ്കൂട്ടറിന് പോകുമ്പോൾ ഒത്തിരി സ്പീഡിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നേരത്തോടെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ. കോതമംഗലത്ത് നിന്ന് ആലുവ വരെ ഞങ്ങൾക്ക് 1.5 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. നേരത്തോടെ ഇറങ്ങിയോണ്ട് ഞങ്ങൾ 5:30 തന്നെ എത്തി. ടിക്കറ്റ് എടുത്തു. കറക്റ്റ് സമയത്ത് തന്നെ ട്രെയിൻ വന്നു കേട്ടോ. കണ്ണൂർ ഇറങ്ങി ഇപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുക കേട്ടോ. ആലുവ തൊട്ടിട്ട് കോഴിക്കോട് വരെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല, നിൽക്കുമായിരുന്നു. മോന് വരെ സീറ്റ് കിട്ടിയില്ല, അതുമാതിരി തിരക്കായിരുന്നു കേട്ടോ. പൂജയുടെ അവധി ആയതുകൊണ്ട് കാലുകുത്തി നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് നടക്കുകയാണ്. കണ്ണൂർ സ്റ്റാൻഡാണ്. കണ്ണൂരിൽ നിന്ന് നേരിട്ട് പയ്യാവൂർക്ക് ഞങ്ങൾക്ക് ബസ്സുണ്ട് 12:55. കണ്ണൂർ പയ്യാവൂരാണ് കേട്ടോ ഞങ്ങളുടെ നാട് ആയിരുന്നത്. ഇപ്പം ഞങ്ങൾ കോതമംഗലത്തോട്ട് മാറി 13 വർഷമായിട്ട് ഇപ്പോൾ കോതമംഗലത്താണ് താമസിക്കുന്നത്. ബാക്കി ആൾക്കാരൊക്കെ ഇവിടെ തന്നെയുണ്ട് കേട്ടോ. വല്ല ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വരുന്നത്. പിന്നെ വെക്കേഷനൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ഒഴിവ് പോലെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇന്ന് വന്നത് ഒരു മരിച്ചതിൻ്റെ ചടങ്ങുണ്ട്, പള്ളിയിലൊരു ചടങ്ങുണ്ട്. ആൻറ്റിയുടെ അച്ഛൻ മരിച്ചിട്ട് ഉള്ളൊരു ചടങ്ങാണ്. അപ്പോൾ ആൻറ്റി ഇറ്റലിയിലായിരുന്നു. ഇറ്റലിയിൽ നിന്ന് ഇന്ന് 10 മണിക്കാണ് വന്നത് കേട്ടോ. ആൻറ്റി മരിച്ചിട്ട് അച്ചാച്ചൻ മരിച്ചിട്ട് ശനിയാഴ്ച മരിച്ചതാണ്. ഇപ്പോൾ ആൻറ്റി വരാനായിട്ട് വെയിറ്റ് ചെയ്തതാണ്. അപ്പം ഞങ്ങളും 3:30 കൂടിയിട്ട് 3:15 കൂടിയിട്ട് പയ്യാവൂർ എത്തിയിട്ടുണ്ട്. പയ്യാവൂരത്തെ ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലോട്ട് പോണ വഴി കേട്ടോ. ഭയങ്കര ധൃതി പിടിച്ചിട്ടാണ് പോണത്, കാരണം അത്രയും സമയം ലേറ്റായി. ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പോൾ 3:30 ആയിട്ടുണ്ട്. 4:30ക്ക് ചടങ്ങ് തുടങ്ങും. അപ്പം ഞങ്ങൾ എത്തണമെങ്കിൽ കുറച്ചും കൂടി സമയം എടുക്കും, കാരണം വീട്ടിലെത്തിയിട്ട് ഫ്രഷായിട്ട് മമ്മിയുടെ അമ്മേനെയും കൂട്ടിയിട്ട് വേണം പോകാനായിട്ട്. ഇപ്പോൾ വീട്ടിലെത്തിയിട്ട് ഫ്രഷായിട്ട് വേണം ഇനി വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പം പിറ്റേ ദിവസം മന്ത്രയാട്ടാ. മന്ത്രയ്ക്ക് ഞങ്ങൾ പോവാണ്. ഇന്നലെ ഇടയ്ക്ക് ഇന്ന് ബുധനാഴ്ച മന്ത്രയാണ് 5ാമത്തെ ദിവസം. അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസം നടത്തുന്ന ചടങ്ങാണ് മന്ത്ര. അപ്പോൾ പോണ വഴിക്ക് ഞാനൊന്ന് ക്ഷേത്രത്തിലും കൂടി ഒന്ന് കയറുന്നുണ്ട്. പയ്യാവൂർ ക്ഷേത്രത്തിൽ കയറി പുഷ്പാഞ്ജലി കഴിച്ച് തൊഴുത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങാട്ടാ. ഇനി നേരെ പോണത് ആൻറ്റിയുടെ വീട്ടിലോട്ടാണ് പോണത്. 6:30 പള്ളിയിൽ വെച്ചിട്ട് കുർബാനയും പ്രാർത്ഥനകളും ഉണ്ട്. അപ്പോൾ പള്ളിയിലോട്ട് ഞങ്ങൾ പോയില്ല, നേരെ പോണത് ആൻറ്റിയുടെ വീട്ടിലോട്ടാട്ടാ പോണത്. അവിടെ 8:30 പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശേഷം ഫുഡ് കൊടുക്കുകയാണ്. വളരെ കുറഞ്ഞ ബന്ധുക്കൾ മാത്രം വിളിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പായസം വിളമ്പി, പായസമല്ല പാച്ചോറ്, പിന്നെ പഴം, പിന്നെ ബിസ്ക്കറ്റും ഉണ്ട്. അത് കഴിച്ചതിന് ശേഷം വെള്ളയപ്പം വെജിറ്റബിൾ കറി ആയിരുന്നു. പിന്നെ അവരോട് യാത്ര പറഞ്ഞിട്ട് വേറെ ആൻറ്റിയുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യമുള്ള ബന്ധുക്കളെ മാത്രം വീട്ടിലോട്ടാണ് ഇന്ന് കയറാൻ പറ്റുള്ളൂ. നാളെ ഞങ്ങൾ തിരിച്ച് കോതമംഗലത്തോട്ട് കയറുക കേട്ടോ. അപ്പോൾ ശബ്ദം കുറവുണ്ടെങ്കിൽ നമുക്ക് മൈക്കൊന്നുമില്ല, പിന്നെ എൻ്റെ ഒരു പേട്ട ശബ്ദം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു.